അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു ഫോൺ ഇറക്കാൻ പോവുകയാണ്. S23 അല്ലെങ്കിൽ S23+. അപ്പോൾ അത് മേടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏതാണെങ്കിലും നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്തപ്പോൾ അവനൊരെണ്ണം പറഞ്ഞു. അപ്പോൾ നോക്കാൻ പോണതാണ് S23 അല്ലെങ്കിൽ S23+. അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് പോയിട്ട് എടുക്കണം. നമുക്ക് ചോറ് വേണം. അപ്പോൾ ഓക്സിജനിൽ എത്തിയിട്ടുണ്ട്. ഫോണിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്സിജനിൽ നിന്ന് ഇറങ്ങി നേരെ മൈജിക്ക് തന്നെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. നോക്കട്ടെ. ആഹാ, അടിപൊളി. നമ്മളങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ട്. മറ്റേ ലാവൻഡർ കളർ 256 GB HDFC ക്രെഡിറ്റ് കാർഡും വേണ്ടായിരുന്ന ഓഫർ വേണ്ട എടുത്താണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, അതുകൂടെ ഇറങ്ങാം. S23 നമ്മളെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ട അല്ലേ. സംഭവം തുറക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഇരിക്കുന്നുണ്ട്. S23 ലാവൻഡർ കളർ കേട്ടോ. 256 GB സ്റ്റോറേജ് വരുന്നതാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം സ്നാപ്ഡ്രാഗണിൻ്റെ Gen 2 പ്രൊസസ്സർ വരുന്ന ഒരു കുഞ്ഞൻ ഫോൺ. ഒരു ഡെയിലി യൂസിനൊക്കെ നമുക്ക് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെയിലി യൂസിൽ ഒരു ഒറ്റ ദിവസത്തെ ചാർജ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ച് ഉപയോഗിക്കേണ്ടി വരും. 5G ഇട്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വലിയുണ്ടാവും, ചാർജിങ് കൊടുക്കേണ്ടി വരും. ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ചാർജിൻ്റെ ഒരു അവസ്ഥയാണ്. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ നിലവിൽ കണ്ടിട്ടൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഗെയിം കളിക്കാനൊന്നും നിലവിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അറിയില്ല. നോർമൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ കയറുന്നുണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മാത്രമേ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത്. ക്യാമറ സാമ്പിൾസ് കണ്ടോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഫോണിൽ 8K വരണത്, 8K സപ്പോർട്ടിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സാമ്പിൾസും ഫോട്ടോ സാമ്പിൾസും ഒക്കെ കാണാം. അപ്പോൾ ഇതിനെ കുറിച്ചാണ് നീട്ടി പറയണില്ല. അതുകൂടി ഉണ്ടായിരുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല, അതൊരു ഉപകാരത്തിലേക്കാണ്. പിന്നെ പറയാനുള്ളത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. കടകളിൽ പോയി എടുത്തു കഴിഞ്ഞാലും എവിടെ പോയി എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ തന്നെയാണ് ഓഫർ കിട്ടുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇനി ഒരെണ്ണം സ്വന്തമാക്കേണ്ടി വരും. വീഡിയോ സാമ്പിൾസും ക്യാമറ സാമ്പിൾസും കാണാം. അതേപോലെ തന്നെ 8K മറ്റേ 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 24 അല്ല ഉള്ളത്, 30 FPS നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നോർമലി മറ്റേ ഫുൾ HD അല്ലെങ്കിൽ അൾട്രാ HD ആയാലും 60 FPS വരെ ഉണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. കാണുന്നത് അൾട്രാ HD 60 FPS കേട്ടോ. S23 ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നോർമലി വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ചേട്ടനാണ് കേട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് എടുക്കണേന്ന്. എനിക്കല്ല, എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ഒരാഴ്ച ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. അതേപോലെ ചാർജ് അവന് നോർമലി ഓക്കെയാണ്. പക്ഷേ വല്ല സൺഡേ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഫോൺ യൂസ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ചാർജ് കിട്ടില്ല, രാത്രി ആകുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റ.